നമസ്കാരം. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ആഘാതത്തിലുലയുന്ന CPM-ൽ മുതിർന്ന നേതാവ് KN ബാലഗോപാലിനെ പ്രതിപക്ഷ നേതാവാക്കാത്തതിനെ ചൊല്ലി കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ കനത്ത പ്രതിഷേധം ഉയരുന്നു. നിലവിൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗമായ ബാലഗോപാൽ പാർലമെന്ററി പാർട്ടി നേതാവോ പ്രതിപക്ഷ നേതാവോ ആയി തെരഞ്ഞെടുക്കപ്പെട്ടാൽ അത് അദ്ദേഹത്തിന് പാർട്ടി പരമോന്നത സമിതിയായ പോളിറ്റ് ബ്യൂറോയിലേക്കുള്ള വഴി എളുപ്പമാക്കുമായിരുന്നു എന്ന വിലയിരുത്തലാണ് കൊല്ലത്തെ ചർച്ചകൾ കേന്ദ്രീകരിക്കുന്നത്. എന്നാൽ ബാലഗോപാലിന്റെ ഈ പാർട്ടി വളർച്ചയെയും PB പ്രവേശനത്തെയും ബോധപൂർവം തടയാൻ വേണ്ടിയാണ് പ്രായവും അനാരോഗ്യവും വകവയ്ക്കാതെ പിണറായി വിജയൻ വീണ്ടും പ്രതിപക്ഷ നേതാവ് പദവി ഏറ്റെടുത്തതെന്ന അതീവ ഗുരുതരമായ ആക്ഷേപമാണ് കൊല്ലത്തെ CPM ചർച്ചകളിൽ ഇപ്പോൾ ശക്തമായ ലീഡായി ഉയരുന്നത്. ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത ഒരാളൊഴികെ സംസാരിച്ച പ്രതിനിധികളെല്ലാം ഒരേ സ്വരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെ രൂക്ഷ വിമർശനങ്ങൾ അഴിച്ചുവിട്ടു. തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇരുവരും മാറി നിൽക്കണമെന്നും പിണറായി വിജയനെ വീണ്ടും പ്രതിപക്ഷ നേതാവാക്കിയ സമവാക്യം അടിയന്തരമായി റദ്ദാക്കണമെന്നുമാണ് കൊല്ലത്തെ പാർട്ടി അണികൾ ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നത്. ഇടതുപക്ഷത്തിന്റെ ചരിത്രത്തിലെ അവസാനത്തെ മുഖ്യമന്ത്രിയും അവസാനത്തെ പ്രതിപക്ഷ നേതാവുമായി പിണറായി വിജയൻ മാറുമോ എന്ന കടുത്ത ആശങ്കയും നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്. യോഗത്തിൽ ഉയർന്ന മറ്റൊരു പ്രധാന വിമർശനം സംസ്ഥാനത്തെ ആരോഗ്യരംഗത്തെക്കുറിച്ചുള്ള നേതാക്കളുടെ ഇരട്ടത്താപ്പായിരുന്നു. കേരളത്തിൽ ആരോഗ്യരംഗം ലോകോത്തരമാണെന്ന് ക്യാപ്സ്യൂളുകളിലൂടെ ജനങ്ങളോട് നിരന്തരം പറഞ്ഞിട്ടും സ്വന്തം ചികിത്സയ്ക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പറന്നപ്പോൾ കൊല്ലത്തിന്റെ ജനപ്രിയ നേതാവായ KN ബാലഗോപാൽ തന്റെ ഹൃദയ സംബന്ധമായ ഗുരുതര ചികിത്സ പൂർണ്ണമായും വിശ്വസിച്ചേൽപ്പിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയായിരുന്നു എന്നൊരു പ്രതിനിധി യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചു. ഇത്തരം സുതാര്യവും മാതൃകാപരവുമായ ശൈലിയിലുള്ളൊരു നേതാക്കളെയൊക്കെ തഴഞ്ഞ് ജനങ്ങൾക്കിടയിൽ കടുത്ത അവമതിപ്പുണ്ടാക്കിയ പഴയ മുഖങ്ങളെ തന്നെ വീണ്ടും പ്രതിപക്ഷ നേതാവാക്കി കൊണ്ടുവരുന്നത് ജനങ്ങളെ കൊഞ്ഞനം കുത്തുന്നതിന് തുല്യമാണെന്നും പ്രതിനിധികൾ തുറന്നടിച്ചു. KN ബാലഗോപാൽ പ്രതിപക്ഷ നേതാവായാൽ നിയമസഭയ്ക്കുള്ളിലും പുറത്തും പാർട്ടിയുടെ പ്രതിച്ഛായ വീണ്ടെടുക്കാൻ കഴിയുമെന്ന പൊതുവികാരം കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ ശക്തമാണ്. എന്നാൽ പിണറായി വിജയന്റെയും MV ഗോവിന്ദന്റെയും നേതൃത്വത്തിലുള്ള കണ്ണൂർ ലോബി തങ്ങൾക്ക് വഴങ്ങാത്ത മറ്റു ജില്ലകളിലെ ജനപ്രീതിയുള്ള നേതാക്കളെ വളരാൻ അനുവദിക്കില്ലെന്ന ശാഠ്യത്തിലാണ്. ബാലഗോപാൽ പ്രതിപക്ഷ നേതാവായി വരികയും പിന്നീട് PB അംഗമായി ഉയരുകയും ചെയ്താൽ കേരളത്തിലെ CPM-ന്റെ നിയന്ത്രണം പിണറായിയുടെ കൈകളിൽ നിന്നും പൂർണ്ണമായും നഷ്ടപ്പെടുമെന്ന ഭയമാണ് ഈ അട്ടിമറിക്ക് പിന്നിലെന്നാണ് ആരോപണം. CPയുടെ ഏകാധിപത്യ പ്രവണതകളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പുനലൂരിൽ നിന്നുള്ളൊരു പ്രമുഖ നേതാവ് യോഗത്തിൽ സംസാരിച്ചത്. തിരുവിതാംകൂറിലെ ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ ഭരണ നേട്ടങ്ങൾക്കും ഒരുപാട് ഗുണഭോക്താക്കൾ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ ഏകാധിപതിയായി CPയുടെ അന്ത്യം എന്തായിരുന്നുവെന്ന് പിണറായി വിജയനും അദ്ദേഹത്തെ താങ്ങുന്ന ഉന്നത നേതൃത്വവും മറക്കരുതെന്നും അദ്ദേഹം കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകി. ജനങ്ങളെയും പാർട്ടി അണികളെയും വെല്ലുവിളിച്ചുകൊണ്ട് വ്യക്തിപൂജയിലും ധാർഷ്ട്യത്തിലും മുന്നോട്ടു പോയാൽ പ്രസ്ഥാനത്തിന്റെ അന്ത്യം ദൂരെയല്ലെന്ന യാഥാർത്ഥ്യമാണ് കൊല്ലത്ത് ഉയരുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ പിണറായി വിജയൻ മാത്രമാണ് ഏക നേതാവ് എന്ന തരത്തിലുള്ള തെറ്റായ പ്രവണത പാർട്ടിക്കുള്ളിൽ തുടങ്ങിയിരുന്നു. അന്ന് KK ശൈലജയും തോമസ് ഐസക്കും ഉൾപ്പെടെയുള്ള ജനപ്രിയ മന്ത്രിമാർക്ക് പുതുമുഖ സമവാക്യം പറഞ്ഞ് സീറ്റ് നിഷേധിച്ചപ്പോഴും പിണറായിക്ക് മാത്രം ഇളവ് കൊടുത്തു. ഇത്തവണ വീണ്ടും അദ്ദേഹത്തിന് ഇളവനുവദിച്ച് പ്രതിപക്ഷ നേതാവാക്കിയത് പാർട്ടിയിലെ പുതിയ തലമുറ നേതാക്കളുടെ വളർച്ചയെ പൂർണ്ണമായും തടസ്സപ്പെടുത്താൻ ആണെന്ന വികാരമാണ് കൊല്ലം കമ്മിറ്റിയിൽ ഉയർന്നത്.